നഗരത്തിലെ ഏറ്റവും ആഡംബരപൂർണമായ ആ ഓഡിറ്റോറിയം വിളക്കുകളാലും പൂക്കളാലും അലങ്കൃതമായിരുന്നു. ബിസിനസ് ലോകത്തെ പ്രമുഖർ ഒത്തുകൂടിയ ആ വേദിയിൽ എല്ലാവരുടെയും കണ്ണുകൾ ആ ദമ്പതികളിലായിരുന്നു. രാഹുൽ വർമ്മയും അഞ്ജലിയും. അഞ്ജലി കാഞ്ചീപുരം സാരിയിൽ ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുമ്പോൾ ഒരു ദേവതയെപ്പോലെ സുന്ദരിയായിരുന്നു അവൾ. പക്ഷേ ആ പുഞ്ചിരിക്കു പിന്നിൽ നീറുന്നൊരു മനസ്സ് അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഓരോ തവണ ക്യാമറ കണ്ണുകൾ മിന്നുമ്പോഴും അവൾ ഉള്ളിലൊന്ന് വിറച്ചു. ആ തിരക്കിനിടയിലും തൻ്റെ ഭൂതകാലം ഒരു നിഴൽ പോലെ അവളെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നി. 10 വർഷങ്ങൾക്ക് മുൻപുള്ള ആ പഴയ രാത്രി അവളുടെ ഓർമ്മയിലേക്ക് വന്നു. വീട് വിട്ടിറങ്ങുമ്പോൾ അച്ഛൻ നൽകിയ ആ ആഴത്തിലുള്ള മുറിവ്, നഗരത്തിലെ തെരുവുകളിൽ വിശന്നുറങ്ങിയ രാത്രികൾ, പരിഹാസങ്ങളും കല്ലേറുകളും. അന്ന് അർജുൻ എന്ന ആൺകുട്ടിയായിരുന്നു അവൾ. അഞ്ജലി എന്ന പെൺകുട്ടിയായി മാറാൻ നടത്തിയ പോരാട്ടം ആരും അറിഞ്ഞിരുന്നില്ല. താൻ അത്രമേൽ സ്നേഹിക്കുന്ന രാഹുലിനോട് പോലും അവൾ ഈ സത്യം പറഞ്ഞിരുന്നില്ല. എല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ വിധി അവൾക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. വിവാഹ നിശ്ചയത്തിൻ്റെ ചടങ്ങുകൾ പുരോഗമിക്കവേ അവളുടെ ഫോണിലേക്ക് വന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് അവളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ പോകുന്ന ഒന്നായിരുന്നു അത്. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ തുറന്നു. അവിടെ കണ്ട ആ ചിത്രം അവളുടെ ശ്വാസം നിലപ്പിച്ചു. കല്യാണ പന്തലിൻ്റെ പുറകിലെ വിജനമായ ബാൽക്കണി. പശ്ചാത്തലത്തിൽ കല്യാണ പാട്ടുകൾ നേർത്ത ശബ്ദത്തിൽ കേൾക്കാം. അഞ്ജലി തിരിഞ്ഞു നോക്കിയതും വിക്രം മുന്നിൽ നിൽക്കുന്നു. എന്താ അഞ്ജലി, മിണ്ടുന്നില്ലേ? അർജുൻ എന്ന് പേരുള്ള ആ പഴയ പയ്യനെ നീ കൊന്നുകളഞ്ഞു എന്ന് നീ കരുതിയോ? പക്ഷേ നോക്ക്, അവനിതാ എൻ്റെ ഫോണിൽ ജീവനോടെയുണ്ട്. വിക്രം ഓരോ വാക്കും വെടിയുണ്ടകൾ പോലെ തൊടുത്തു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അഞ്ജലിയുടെ ശബ്ദം ഇടറി. എനിക്ക് വേണ്ടത് ലളിതമായ കാര്യമാണ്. വിക്രം അവളുടെ അടുത്തേക്ക് നീങ്ങി. അയാളുടെ കണ്ണുകളിൽ ലാഭത്തേക്കാൾ ഉപരി വന്യമായ ഒരു പകയുണ്ടായിരുന്നു. നീ വിചാരിക്കുന്നുണ്ടാകും എനിക്ക് വെറുമൊരു ബിസിനസ് ലാഭത്തിന് വേണ്ടിയാണ് ഈ കൊട്ടേഷൻ തുക എന്ന്. അല്ല അഞ്ജലി, ഇതിന് പിന്നിൽ വർഷങ്ങളുടെ കണക്ക് പുസ്തകമുണ്ട്. ഈ നഗരത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ഗ്രീൻ വാലി ഇൻഫ്രാസ്ട്രക്ചർ. ഇതിൻ്റെ കരാർ കിട്ടുന്നവർക്ക് അടുത്ത 10 വർഷത്തേക്ക് ഈ നഗരം ഭരിക്കാം. കഴിഞ്ഞ 10 തവണയും എൻ്റെ കയ്യിൽ നിന്നും ഇത് തട്ടിയെടുത്തത് രാഹുൽ വർമ്മയുടെ അച്ഛനാണ്. അന്നത്തെ സങ്കടം കൊണ്ട് എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ്. ആ തകർച്ചയിൽ നിന്നാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അയാൾ ഒന്ന് നിർത്തി. അഞ്ജലിയുടെ മുഖത്തെ ഭയം ആസ്വദിച്ചുകൊണ്ട് തുടർന്നു. ഈ പ്രൊജക്റ്റിൻ്റെ ടെൻഡർ തുക രാഹുൽ എത്രയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണം. 1 രൂപയുടെ വ്യത്യാസത്തിൽ അവനെ എനിക്ക് തോൽപ്പിക്കണം. അവൻ തെരുവിലേക്ക് ഇറങ്ങണം. രാജകുമാരനായി വാഴുന്ന രാഹുൽ വർമ്മ ഒരു ദിവസം കൊണ്ട് പൂജ്യനാകുന്നത് എനിക്ക് കാണണം. അതിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ തുറുപ്പുചീട്ടാണ് നീ. പക്ഷേ വിക്രം, ബിസിനസ്സിലെ പകയ്ക്ക് എന്തിനാണ് എൻ്റെ ജീവിതം തകർക്കുന്നത്? അഞ്ജലി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ജീവിതമോ? നീ ജീവിക്കുന്നത് തന്നെ ഒരു കള്ളത്തരത്തിലല്ലേ? വിക്രം പരിഹാസത്തോടെ ചോദിച്ചു. നീ എന്നോട് ഈ സഹായം ചെയ്താൽ രാഹുൽ തോൽക്കും. പക്ഷേ അവൻ ദരിദ്രനായാലും നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാം. ഞാൻ ആരും അറിയാതെ നിന്നെ സഹായിക്കും. പക്ഷേ നീ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ ഈ പെൺരൂപം ലോകത്തിന് മുന്നിൽ ഒരു തമാശയാകും. രാഹുൽ പോലും നിന്നെ അറപ്പോടെ നോക്കും. ആലോചിച്ചു നോക്ക്. പ്രണയിച്ചവൻ്റെ പണം പോകുന്നതാണോ അതോ നിന്റെ അഭിമാനം പോകുന്നതാണോ നിനക്ക് വലുത്? അഞ്ജലി നിശബ്ദമായി നിന്നു. വെറും ഒരു പണമല്ല, പകരം ഒരു കുടുംബത്തിൻ്റെ പകയാണ് തന്നെ വേട്ടയാടുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. രാഹുൽ തൻ്റെ ബിസിനസ്സിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. അവൻ തൻ്റെ പ്രണയവും ബിസിനസ്സും ഒരുപോലെ കൊണ്ടു നടക്കുന്നവനാണ്. അതിലൊന്ന് തകരുന്നത് അവന് താങ്ങാനാവില്ല. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ടെൻഡർ സമർപ്പിക്കുന്നത്. അതിനു മുൻപ് എനിക്ക് ആ വിവരം കിട്ടണം.
നിന്റെ മാലയിലെ ആ കുഞ്ഞു ലോക്കറ്റിൽ ഒരു ചിപ്പുണ്ട്. അത് രാഹുലിൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്താൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. വിക്രം അവളുടെ കഴുത്തിലെ മാലയിലേക്ക് ചൂണ്ടി പറഞ്ഞു. അഞ്ജലി തൻ്റെ മാലയിൽ തൊട്ടുനോക്കി. അത് വെറുമൊരു ആഭരണമായിരുന്നില്ല. വിക്രം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അവളുടെ കഴുത്തിലെത്തിച്ച ഒരു കെണിയായിരുന്നു അത്. താൻ അറിയാതെ തന്നെ താൻ ഒരു ചാരയായി മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവളെ തളർത്തി. വിക്രം പോയി കഴിഞ്ഞിട്ടും അഞ്ജലി ആ ബാൽക്കണിയിൽ തളർന്നിരുന്നു. പശ്ചാത്തലത്തിൽ കേൾക്കുന്ന മംഗളവാദ്യങ്ങളും അതിഥികളുടെ ചിരിയും അവളുടെ കാതുകളിൽ തുളച്ചു കയറുന്ന ആണി പോലെ തോന്നി. അവളുടെ കൈകൾ കഴുത്തിലെ ആ മാലയിലെ ലോക്കറ്റിൽ അമർന്നു. വിക്രം പറഞ്ഞ ആ ചാരക്കണ്ണുകൾ അതിനുള്ളിലുണ്ട്. താൻ അത്രയും കാലം ഒരു പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിച്ചത് മറ്റാരെയും ചതിക്കാനായിരുന്നില്ല, മറിച്ച് തൻ്റെ ഉള്ളിലെ സ്വത്വത്തോട് നീതി പുലർത്താനായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്വത്വം തന്നെ മറ്റൊരാളെ ചതിക്കാനുള്ള ആയുധമായി മാറിയിരിക്കുന്നു. അവളുടെ ഉള്ളിൽ രണ്ടു ചിന്തകൾ യുദ്ധം ചെയ്യുകയായിരുന്നു. ആദ്യത്തെ ചിന്ത, രാഹുലിനെ ചതിക്കുക, വിക്രം ചോദിക്കുന്ന വിവരങ്ങൾ നൽകുക. അങ്ങനെ ചെയ്താൽ എൻ്റെ ഭൂതകാലം ആരും അറിയില്ല. ഞാൻ എന്നും ഈ വീട്ടിലെ മരുമകളായി രാഹുലിൻ്റെ ഭാര്യയായി വാഴും. ഒരു ബിസിനസ് നഷ്ടപ്പെട്ടാൽ രാഹുലിനത് വീണ്ടും നേടിയെടുക്കാം. പക്ഷേ എൻ്റെ മാനം പോയാൽ, ഈ ലോകം എന്നെ പരിഹസിച്ചാൽ എനിക്കത് തിരിച്ചു കിട്ടില്ല. അർജുൻ എന്ന ആൺകുട്ടിയായിരുന്ന കാലത്തെ മുറിവുകൾ ഇനിയും താങ്ങാൻ എനിക്ക് കഴിയില്ല. രണ്ടാമത്തെ ചിന്ത, പക്ഷേ പ്രണയിക്കുന്ന ആളെ ചതിച്ച് നേടുന്ന ഈ ജീവിതത്തിന് എന്ത് വിലയാണുള്ളത്? രാഹുൽ എന്നെ സ്നേഹിച്ചത് എൻ്റെ രൂപത്തെയല്ല, എൻ്റെ സത്യസന്ധതയാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അയാൾ എന്നെ കൈപിടിച്ചത്. ആ കൈകളിൽ ചതിയുടെ പെൻഡ്രൈവ് വെച്ചു കൊടുക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? അന്ന് നാട് വിട്ടപ്പോൾ ഞാൻ വിശന്നു മരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ആരെയും ചതിച്ചിരുന്നില്ല. ഇന്ന് ഈ ആഡംബരത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആത്മാവിനെ വിൽക്കണോ? രാത്രിയുടെ നിശബ്ദതയിൽ അവൾ രാഹുലിൻ്റെ മുറിക്ക് മുന്നിലെത്തി. വാതിലുകളുടെ വിടവിലൂടെ അവൾ നോക്കി. രാഹുൽ തൻ്റെ ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് കഠിനാധ്വാനം ചെയ്യുകയാണ്. ആ ടെൻഡർ തുക ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് അവൻ. അവൻ്റെ മുഖത്തെ ആത്മവിശ്വാസം കാണുമ്പോൾ അഞ്ജലിയുടെ നെഞ്ചിൽ കനൽ കോരിയിട്ട പോലെ തോന്നി. ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞാൽ അയാൾ എന്നെ വെറുക്കില്ലേ? ഞാൻ ഇത്രയും കാലം കെട്ടിപ്പിടിച്ച് കിടന്നത് ഒരു പെണ്ണിനെയല്ല എന്ന സത്യം അയാൾക്ക് താങ്ങാൻ കഴിയുമോ? സമൂഹം അയാളെയും കളിയാക്കില്ലേ? ഈ ചിന്ത അവളെ തളർത്തി. പെട്ടെന്ന് രാഹുൽ തിരിഞ്ഞു നോക്കി. അഞ്ജലിയെ കണ്ടതും അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അഞ്ജലി, ഉറങ്ങിയില്ലേ? നീ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? കല്യാണത്തിൻ്റെ ടെൻഷനാണോ? നീ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് ഈ ലോകത്തൊന്നിനെയും പേടിയില്ല. അവൻ്റെ ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തറച്ചു. അവൻ്റെ സ്നേഹം ഒരു അനുഗ്രഹമായിരുന്നില്ല, മറിച്ച് ചതിക്കാനൊരുങ്ങുന്ന അവൾക്കുള്ള ശിക്ഷയായിട്ടാണ് അവൾക്ക് തോന്നിയത്. അവൾ ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയി. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾ സ്വന്തം മുഖത്തേക്ക് നോക്കി. കണ്ണുനീർ ഒലിച്ചിറങ്ങി. അവളുടെ മേക്കപ്പ് അലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കണ്ണാടിയിൽ കാണുന്ന ആ രൂപം അവളോട് ചോദിക്കുന്നത് പോലെ തോന്നി. നീ ആരാണ്? അഞ്ജലിയോ അതോ ചതിയുടെ മുഖംമൂടി അണിഞ്ഞ അർജുനോ? ആ രാത്രി അവൾ ഒരു തീരുമാനമെടുത്തു. ചതിയിലൂടെ നേടുന്ന പ്രണയത്തേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് നഷ്ടപ്പെടുന്ന പ്രണയമാണ്. തൻ്റെ സ്വത്വം വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ അവൾക്ക് എല്ലാം നഷ്ടപ്പെടും. തെരുവിലേക്ക് വീണ്ടും ഇറങ്ങേണ്ടി വരും. പക്ഷേ അവളുടെ മനസ്സ് അപ്പോൾ ശാന്തമായിരുന്നു. വിവാഹ ദിവസം പുലർന്നു. ഓഡിറ്റോറിയം അതിഥികളെ കൊണ്ട് നിറഞ്ഞു. വിക്രം ദൂരെ നിന്ന് അഞ്ജലിയെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ കഴുത്തിലെ ലോക്കറ്റ് ഒരു ഭാരമായി അഞ്ജലിക്ക് തോന്നി. പക്ഷേ അവളുടെ കണ്ണുകളിൽ പഴയ ഭയമായിരുന്നില്ല, മറിച്ച് ഉറച്ച തീരുമാനത്തിൻ്റെ തിളക്കമായിരുന്നു. ലേലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അഞ്ജലി രാഹുലിൻ്റെ ലാപ്ടോപ്പ് എടുത്തു. വിക്രം പറഞ്ഞതുപോലെ അവൾ ലോക്കറ്റ് അതിൽ കണക്ട് ചെയ്തു. വിക്രമിൻ്റെ ടാബ്ലറ്റിൽ ഡാറ്റ ട്രാൻസ്ഫർ ആകുന്നത് കണ്ട് അയാൾ ആവേശഭരിതനായി.
രാഹുൽ വർമ്മ, ഇന്ന് നിന്റെ തകർച്ച തുടങ്ങുകയായി, അയാൾ സ്വയം മന്ത്രിച്ചു. വിവാഹ ചടങ്ങുകൾക്കിടയിൽ വിക്രം എഴുന്നേറ്റു. അയാൾക്ക് ആ ലേലം ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഒപ്പം അഞ്ജലിയെ നാണം കെടുത്തുകയും വേണം. അയാൾ വേദിയിലേക്ക് കയറി മൈക്ക് പിടിച്ചു വാങ്ങി. നിർത്തൂ, ഈ ചടങ്ങുകൾ നിർത്തൂ. ഈ കല്യാണം നടക്കാൻ പാടില്ല. രാഹുൽ വർമ്മ വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു പെണ്ണിനെയല്ല, ഒരു ട്രാൻസ്ജെൻഡറെയാണ്. ഇതിൻ്റെ തെളിവിതാ എൻ്റെ കയ്യിലുണ്ട്. വിക്രം ആ പഴയ ഫോട്ടോ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. സദസ്സ് നിശബ്ദമായി. എല്ലാവരും അഞ്ജലിയെ പുച്ഛത്തോടെയും അത്ഭുതത്തോടെയും നോക്കി. രാഹുലിൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. വിക്രം ജയിച്ചു എന്ന ഭാവത്തിൽ ചിരിച്ചു. പെട്ടെന്ന് രാഹുൽ ശാന്തനായി എഴുന്നേറ്റു. അവൻ അഞ്ജലിയുടെ കൈ പിടിച്ചു. വിക്രം, നിങ്ങൾ കാണിച്ച ആ ഫോട്ടോ 10 വർഷം പഴയതാണ്. അഞ്ജലി നടന്ന കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. വിക്രം, അഞ്ജലി ആ ലോക്കറ്റ് ലാപ്ടോപ്പിൽ കുത്തിയത് നിങ്ങൾക്കൊരു കള്ളഡാറ്റ നൽകാനാണ്. നിങ്ങളിപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന കൊട്ടേഷൻ തുക തെറ്റാണ്. ആ തുക വെച്ച് ലേലം വിളിച്ചാൽ നിങ്ങളുടെ കമ്പനി പാപ്പരാകും. അഞ്ജലി ഇത് ഇന്നലെ തന്നെ രാത്രി എന്നോട് തുറന്നു വന്ന് പറഞ്ഞിരുന്നു. അഞ്ജലി ഇത് ഇന്നലെ രാത്രി തന്നെ എന്നോട് വന്ന് തുറന്നു പറഞ്ഞിരുന്നു. വിക്രം തകർന്നുപോയി. അയാൾ കുടുക്കിയ കെണിയിൽ അയാൾ തന്നെ വീണു. പോലീസുകാർ വന്ന് വിക്രമിനെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു. രാഹുൽ സദസ്സിനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അഞ്ജലി ആരാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾ ജനിച്ചത് ഒരു ആൺകുട്ടിയായിട്ടാവാം, പക്ഷേ അവൾ ജീവിക്കുന്നത് ഒരു പെണ്ണായിട്ടാണ്. ആ മാറ്റത്തിന് അവൾ അനുഭവിച്ച വേദനയും പോരാട്ടവും മനസ്സിലാക്കാൻ വലിയൊരു ഹൃദയം വേണം. എനിക്ക് അവളെ അഭിമാനത്തോടെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കാം. ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർ പന്തലിൽ നിന്നും ഇറങ്ങിപ്പോകാം. രാഹുലിൻ്റെ അച്ഛൻ മെല്ലെ അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. എല്ലാവരും അദ്ദേഹം അവളെ ശകാരിക്കുമെന്ന് കരുതി. പക്ഷേ അദ്ദേഹം അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. മോളെ, നീ കാണിച്ച ഈ സത്യസന്ധതയാണ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടത്. നീ എൻ്റെ മരുമകളാണ്. അഞ്ജലിയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീരൊഴുകി. അവൾ തൻ്റെ താലി ഏറ്റുവാങ്ങി. ചതിയുടെയും ഭീഷണിയുടെയും നിഴലുകൾ മാറി. സ്നേഹത്തിൻ്റെ പുതിയൊരു പുലരി അവിടെ ഉദിക്കുകയായിരുന്നു. ചില പോരാട്ടങ്ങൾ ശരീരത്തോടല്ല, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളോടാണ്. അഞ്ജലി ജയിച്ചത് വിക്രമിനെ മാത്രമല്ല, തന്നെ പരിഹസിച്ച ഒരു സമൂഹത്തെ കൂടിയാണ്. സ്നേഹത്തിന് ലിംഗഭേദമില്ലെന്നും സത്യസന്ധതയാണ് ഏറ്റവും വലിയ കരുത്തെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാഹുൽ എടുത്ത തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ.